ഹലോ ഗായ്സ്, വെൽക്കം വെൽക്കം മിസ്റ്റർ ഇന്ദുചൂടൻ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്, നമുക്ക് എല്ലാവർക്കും ചില ആഗ്രഹങ്ങൾ ഉണ്ടാവും, ചില ഡ്രീംസ് ഉണ്ടാവും. പക്ഷേ അതൊന്നും നടക്കുന്നില്ല. പക്ഷെ ഞാനത് പറയുന്നുണ്ട്, ഞാൻ പോസിറ്റീവ് തിങ്കിങ് ചെയ്യുന്നുണ്ട്, ആ സംഭവങ്ങളൊക്കെ ചില പോരാട്ടവും ഞാൻ നടത്തുന്നുണ്ട്. പക്ഷെ ഒന്നും എന്താ പറയുക, ഒന്നും ഒരു റിയാലിറ്റി മെറ്റീരിയലൈസ് ചെയ്യുന്നില്ല. അപ്പം അതെല്ലാം ഫെയിലിയറായി പോകുന്നു. അപ്പം മാനിഫെസ്റ്റേഷൻ നടക്കൂലേ, അങ്ങനത്തെ ഓരോ കൺഫ്യൂഷൻസ് ഉള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ്? അപ്പം അതിനെ ഹീലിംഗ് പരമായിട്ടുള്ള റൂട്ട് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ അതിലേക്ക് കിടക്കുന്നില്ല. അല്ലാതെ നമ്മൾ ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതിനെന്തെങ്കിലും വീഴ്ചകൾ പറ്റുന്നുണ്ടോ, അതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു കാര്യത്തിലേക്ക് പോകാം. അപ്പം എങ്ങനെ നമുക്ക് ഈ ഒരു വീഡിയോ കഴിയുമ്പോഴത്തേക്കും എങ്ങനെ നമുക്ക് നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും സഫലീകരിക്കാം എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അപ്പം മാനിഫെസ്റ്റേഷൻ്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ വൈബ്രേഷണൽ അലൈൻമെൻറ്റ്. നിങ്ങളുടെ ഗോൾ, നിങ്ങളുടെ തോട്ട്സ്, ഇത് രണ്ടും അലൈൻഡായി കഴിഞ്ഞാൽ അത് സംഭവിക്കും. പക്ഷേ നമ്മൾ ചെയ്യുന്ന തോട്ട്സ് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ് പലതും ഉണ്ട്. അപ്പം അതും നമ്മൾ നിൽക്കുന്ന നമ്മളെ ഗോളും തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതെപ്പോഴും നമുക്ക് കിട്ടാത്ത രീതിയിലേക്ക് അതിങ്ങനെ തെന്നി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ പോസിറ്റീവ് തിങ്കിങ് കൊണ്ട് മാത്രം കാര്യമില്ല. അത് യൂണിവേഴ്സിൻ്റെ പ്രശ്നമല്ല. സത്യം പറഞ്ഞാൽ അത് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിക്കുന്ന രീതിയുടെ പ്രശ്നമാണ്. ഇപ്പോൾ യൂണിവേഴ്സിനോട് എങ്ങനെ കാര്യങ്ങൾ മര്യാദയ്ക്ക് യൂണിവേഴ്സിന് മനസ്സിലാവുന്ന രീതിയിൽ കൺവിൻസ് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് ആസ്കാൻ പറ്റും എന്ന് വേണമെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈബ്രേഷൻ മിസ്അലൈൻഡ് ആണ്. നമ്മൾ ചെയ്യുന്ന വൈബ്രേഷൻ അലൈൻമെൻറ്റ് കണ്ടെത്തിയാൽ നമ്മൾ യൂണിവേഴ്സിനോട് സംഭവം സെറ്റാണ്, അതിൻ്റെ അനുസരിച്ചിട്ടുള്ള മാനിഫെസ്റ്റേഷൻ റിയാലിറ്റി നമ്മുടെ ലൈഫിലേക്ക് വരും. അപ്പോൾ അതിലൊരു മിസ്അലൈൻമെൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കാം? അപ്പോൾ അതിൽ തന്നെ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് ഫിയർ. ഇപ്പോൾ കുറച്ച് നമ്മൾ സക്സസ്സിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ചില ആൾക്കാർ പേടിയാണ്, അയ്യോ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും പറ്റുമോ. അപ്പോൾ ഫിയർ ഡ്രിവൺ ആയിട്ടുള്ള ചില ഡിസൈർസ് ഒക്കെ ആവുന്ന സമയത്ത് ഇഷ്യൂസ് ഉണ്ട്. അതായത് റേഡിയോയിൽ തന്നെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസീസ് മാത്രമേ അതിലേ പോകുന്നുള്ളൂ. മറ്റേതെല്ലാം നോയ്സ് എന്ന രീതിയിലൊക്കെ ഒരു ഡിസ്റ്റർബൻസ് എന്ന രീതിയിൽ അവിടെ നമ്മൾ എടുക്കുന്നതും കൂടിയില്ല. നമ്മൾ പിക്ക് ചെയ്ത് തന്നെ വളരെ ക്ലാരിറ്റിയോടെ കിട്ടുന്ന ഏതാണോ ആ ഒരു സംഭവം, ആ ഒരു സിഗ്നൽ മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സ് മാത്രമേ യൂണിവേഴ്സും ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഒരു ബാലൻസ് വേണം. നമ്മുടെ തോട്ട്സ്, നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ ഇൻറ്റൻഷൻ, ഇതിനെല്ലാത്തിനും കൂടി ഒരു ബാലൻസ് സംഭവിച്ചു കഴിഞ്ഞാൽ സംഭവം വൈബ്രേഷണൽ അലൈൻമെൻറ്റിലെത്തി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ മാനിഫെസ്റ്റേഷൻ നടക്കും. ഇതിപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വീടുണ്ടാക്കിയിട്ട് വാസ്തു നോക്കുമ്പോൾ തന്നെയാണ്. മനസ്സിൻ്റെ ഉള്ളിലൊരു വാസ്തു ഉണ്ട്. അപ്പോൾ അതിൽ ഈ വരേണ്ട ഓരോ സംഭവങ്ങളാണത്. ഇമോഷൻസ്, ഫീലിങ്സ്. ഇപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് മിസ്മാച്ച് ആയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഒരു നല്ലൊരു ഓർക്കസ്ട്ര നടക്കുമ്പോൾ, ഒരു സിംഫണി നടക്കുമ്പോൾ അത് പോകണം. തോട്ട്സ്, ഇമോഷൻ, ഇൻറ്റൻഷൻ, വേർഡ്സ്, എല്ലാ സംഭവവും ആ ഒരു രീതിയിൽ തന്നെ ഇങ്ങനെ പോകുന്ന സമയത്ത് സംഭവം നടക്കും. ഇപ്പോൾ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരാൾക്കൊരു പ്രണയം വേണം എന്ന് വിചാരിക്കുക. ആ പ്രണയം വേണമെന്ന് അയാൾ ഇതിന് വേണ്ടി ട്രൈ ചെയ്യുന്നു, മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യുന്നു. എന്നിട്ട് അയാൾ എന്നെ കൊണ്ടൊന്നും നടക്കൂല എന്ന് വിചാരിച്ചതിന് എന്താ കാര്യം? ഇപ്പോൾ അവിടെ സിംഫണി ഇല്ല, സിംഫണി തെറ്റി. കാരണം കുറച്ച് നേരം അങ്ങോട്ട് തോന്നിയതിന് ശേഷം പിന്നെ ആൾ നേരെ ഇങ്ങോട്ട് തുഴയുന്നത്. അപ്പം യൂണിവേഴ്സിന് അതൊരു ക്ലാരിറ്റി കിട്ടാത്ത സംഭവമാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾ അലൈൻമെൻറ്റിലല്ല. അലൈൻമെൻറ്റ് ആവാത്തോടത്തോളം കാലം നിങ്ങൾക്കത് കിട്ടാനും പോലില്ല. അപ്പം നിങ്ങളതിൽ കുറച്ച് നേരമെങ്കിലും അന്ധമായി വിശ്വസിച്ചേ പറ്റൂ. അപ്പം നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. നമുക്ക് സെൽഫ് ഡൗട്ട് ഉണ്ട്, ഐ ആം അൺവർത്തി, ഇതൊക്കെ ഉള്ള ഓരോ നമ്മളെന്നെ വെച്ച് പാര വെക്കുന്ന ഓരോ സംഭവങ്ങളുണ്ട്. പക്ഷെ ആ ഒരു പ്രോസസ്സിൽ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിയാൽ ഡിസപ്പോയിൻമെൻ്റ് അല്ലാണ്ട് വേറൊന്നും കിട്ടാൻ പോലില്ല. ഇത് ചെറിയ കുട്ടികൾക്ക് പറ്റിയ പരിപാടിയാണ്. ചെറിയ കുട്ടികളെ കണ്ടിട്ടില്ലേ, ഒരു അന്ധമായി കൂടെ വിശ്വസിച്ചാണ് ആ ഒരു സംഭവം. ഒരു കളിക്കുന്ന സംഭവമാണെങ്കിൽ പോലും അതൊരു പക്കാ റിയാലിറ്റി അവർ കളിക്കുന്നത് നമുക്ക് തന്നെ അത്ഭുതം തോന്നും. ഇതെന്തത് ശരിക്കും ഉള്ളതാണോ? നമുക്ക് കുറച്ച് വിവരം കൂടിപ്പോയോണ്ട് നമുക്കറിയാം ഇതെന്തെന്ന്. അത് പോരാ. നമുക്ക് ആ ഒരു കുട്ടികളുടെ ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തണം. അതാണ് മാനിഫെസ്റ്റേഷൻ്റെ സീക്രട്ട്. അപ്പോൾ അലൈൻമെൻറ്റിലേക്ക് എത്തുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മൈൻഡ്, നമ്മുടെ ഹാർട്ട് ആൻഡ് ആക്ഷൻ, അതും എല്ലാം സെയിം ട്യൂണിലെത്തണം. അങ്ങനെ ആവുന്ന സമയത്ത് എന്താ, നിങ്ങളുടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ ഇൻറ്റേർണൽ സ്റ്റേറ്റ് അത് യൂണിവേഴ്സ് കണക്റ്റ് ആവും. കാരണം യൂണിവേഴ്സിന് വേണ്ടത് നിങ്ങളുടെ വിഷസ്, നിങ്ങളുടെ ആഗ്രഹം എന്താണ് എന്നതിനേക്കാൾ ഉപരി നിങ്ങളുടെ ഇൻറ്റേർണൽ സ്റ്റേറ്റ് എന്താണ് എന്നറിയുന്നതിനാണ്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെ
നമുക്ക് അലൈൻമെന്റിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എത്താം എന്ന് നോക്കാം. ഒന്നാമത്തെ പ്രശ്നം നമ്മുടെ ഈ ഒരു സെൽഫ് ഡൗട്ട്, ഫിയർ, ഈ സംഭവം തന്നെയാണ്. ഇപ്പൊ എന്തെങ്കിലും കാര്യം നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഇതൊന്നും എന്നെ കൊണ്ട് നടക്കൂലേ. ഇപ്പൊ ചില ആൾക്കാർ നമ്മൾ ചോദിക്കുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും വേണം, അവർക്ക് ലംബോർഗിനി കാറ് വേണം, അവർക്ക് ഭയങ്കര 15,000 സ്ക്വയർ ഫീറ്റ് വീട് വേണം, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളൊക്കെ ഒരു പറയും, കുറെ ഡ്രീംസ് പറയും. അടുത്തത് ഇതൊക്കെ നടക്കൂടെ എന്ന് ചോദിച്ചാൽ ഒരു ഇത് നടക്കുന്നില്ല എന്ന് അത്രയും കോൺഫിഡൻസോടെ പറയുകയും ചെയ്തു. അപ്പം അത് കോൺട്രഡിക്ടറി ആണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് യൂണിവേഴ്സിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കോൺട്രഡിക്ഷൻ നിങ്ങളെ സൈഡിൽ നിന്ന് ഒഴിവാക്കണം. നിങ്ങളിപ്പോൾ എന്ത് സംഭവം, അത് വലിയ കാര്യങ്ങൾ വേണ്ട, എന്ത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പോയാൽ മതി. അപ്പോൾ ആ അടുത്ത സ്റ്റെപ്പിലേക്ക് വേണ്ട സംഭവങ്ങൾ അത് നിങ്ങൾ പൂർണ്ണമായി ബിലീവ് ചെയ്യുക, അത് നിങ്ങൾ 100% കൊടുക്കുക. അത് 2 പ്രാവശ്യം അങ്ങോട്ട് തോന്നിയിട്ട് തിരിച്ച് തുഴയാണ്ടിരിക്കുക. സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ വേഗമായിട്ട് പറയാണ്ടിരിക്കുക. വേഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് സാലറി വേണം, അങ്ങനെ പറഞ്ഞ കാര്യമില്ല. എത്രയാണ് വേണ്ടത് എന്നൊരു ക്ലിയർ എമൗണ്ട് അത് വേണം. ഒരു 50,000 ആണോ, 1 lakh ആണോ, 2 lakhs ആണോ, 5 lakhs ആണോ, 20,000 ആണോ, എന്താണോ നിങ്ങൾക്ക് വേണ്ട സാലറി, അത് ഒരു കറക്റ്റായിട്ട് പറയാം. എനിക്ക് വേണ്ട ഇത്ര സാലറിയാണ്. ഒരുപാട് സാലറി കാര്യമില്ല. അപ്പം പലതിനും ഇപ്പോൾ ഒരു വീട് വേണം, വീട് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഒരു വീട് വേണം എന്ന് പറയുന്നേക്കാളും നല്ല കുറച്ചും കൂടി സ്പെസിഫിക് ആക്കുന്ന സമയത്ത് കുറച്ചും കൂടി ക്ലാരിറ്റി കൊടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി റിസൾട്ട് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ അലൈൻമെന്റിലാവാനുള്ള സംഭവം വളരെ കൂടുതലാണ്. അപ്പം മൂന്നാമത്തെ പരിപാടി വെച്ചാൽ നമ്മുടെ സബ് കോൺഷ്യസിനെ മനസ്സിലാക്കുക, കൂടാതെ നമ്മുടെ ബ്രെയിനിനെ മനസ്സിലാക്കണം. ബ്രെയിനിന്റെ കേസിൽ ചിലപ്പോൾ ന്യൂറോൺസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ സക്സസ് ആയി കഴിഞ്ഞ് നിങ്ങൾ ആ വിക്ടറി ഫീൽ ചെയ്യുക. ഇതൊന്നും നടന്നിട്ടുണ്ടാവില്ല പോട്ടെ, പക്ഷെ ഇത് ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ന്യൂറോൺസിന് മനസ്സിലാവില്ല ഇത് നിങ്ങളൊരു ഇമാജിനേഷൻ ആണോ അത് റിയാലിറ്റി ആണോ എന്ന്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് റിയാലിറ്റി സംഭവിച്ച പോലെയുള്ള സംഭവങ്ങൾ നടത്തുന്നു. സബ് കോൺഷ്യസ് മൈൻഡ് ആണെങ്കിൽ അതും അങ്ങനെ തന്നെയാണ്. അത് യെസ് ഓർ നോ, അല്ലെങ്കിൽ നടന്ന സംഭവമാണോ അല്ലെങ്കിൽ അതിന് മനസ്സിലാവില്ല. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു പ്രോഗ്രാം കൊടുക്കുന്ന സമയത്ത് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ശരിക്കും ഇയാൾ സക്സസ്ഫുൾ ആയോ തോന്നിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ട്, ബാക്കി പിന്നെ ഒരു സ്പിരിച്വൽ ഗേറ്റ് ആണ്. അതിലൂടെ പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞേ ഈ സിങ്ക്രോണിസിറ്റി, സെറൻഡിപ്പിറ്റി, ഈ സംഭവങ്ങളിലേക്ക് നമ്മൾ എത്തുന്നു. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇൻസ്പയർഡ് ആക്ഷൻ. അത് ശ്രദ്ധിക്കണം. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ബ്രേക്ക് ത്രൂ നമുക്ക് കിട്ടുക. അതുപോലെ ദൈവം ഓരോന്ന് കൊണ്ടുതരാന്ന് ഇരിക്കലല്ല പരിപാടി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ എവിടെയെങ്കിലും ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു സ്പാർക്ക് വരും, സംഭവം കൊള്ളാതെ ചെയ്യാനോ, അത് ചെയ്താലോ എന്ന് ആ സ്പാർക്ക് ആ സ്പോട്ട് തന്നെ ചെയ്തോളാം. ഇൻസ്പയർഡ് ആക്ഷൻ എന്ന് പറയാം. പകരം നമ്മൾ ആ സ്പാർക്ക് തന്ന് പിന്നെ ചെയ്യാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു തിളപ്പ് അങ്ങോട്ട് കുറയും. ഒരു ദിവസം 2 ദിവസം കുറച്ചും കൂടി കുറയും, 2 ആഴ്ച 3 ആഴ്ച ഒന്നും കൂടി കുറയും. പിന്നെ ചെയ്തില്ലെങ്കിൽ ആ ലെവലിലെത്തും. അപ്പോൾ ഇൻസ്പയർഡ് ആക്ഷൻ അങ്ങനെ എന്തെങ്കിലും, കാരണം ഇതൊക്കെ ഇൻഡ്യൂഷൻ്റെ ഭാഗമാണ്. അത് നിങ്ങൾക്ക് നിങ്ങൾ അലൈൻമെന്റ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ ക്ലൂ അങ്ങോട്ട് ഇട്ട് തരും. അപ്പം അത് എങ്ങനെയാ അത് വേറൊരു കഥ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ആ ഇൻഡ്യൂഷനിൽ വിശ്വസിച്ച് അവിടെ ആക്ഷൻ എടുക്കാനുള്ള ഒരു ധൈര്യം നമ്മൾ കാണിക്കണം. അങ്ങനെ ചെയ്തവർക്കേ ഈ സംഭവം റിയാലിറ്റി ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു 4 സ്റ്റെപ്പ് ചെയ്താൽ തന്നെ സംഭവം സെറ്റാണ്. പക്ഷെ അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സംഭവം തന്നെ, ഈ വേഗാവരുത് മറ്റേ എന്താ പറയുക, ഒരുപാട് സന്തോഷം വേണം, ഒരുപാട് പൈസ വേണം, ആ സംഭവം എല്ലാം കുറച്ചും കൂടി ക്ലാരിറ്റി കൊടുക്കണം എന്തായാലും. പിന്നെ ഇമോഷണലി റെസിസ്റ്റൻസ് സംഭവം, എനർജി വൈസ് ആ സംഭവം നിങ്ങൾക്ക് കിട്ടാൻ കേപ്പബിൾ ആയിട്ടുണ്ടെങ്കിൽ കൂടി നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫിൽ അത് നിന്നെ കൊണ്ട് നടക്കും. അങ്ങനത്തെ ഓരോ സാധനം എടുത്ത് ഒന്നെങ്കിൽ മര്യാദയ്ക്ക് എനിക്ക് അറിയാം, അല്ലെങ്കിൽ ഒരാളുടെ നിൽക്കുക. മൂന്നാമത്തെ പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇംപേഷ്യൻസ് വേണം പറയാം. ആ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ തിരക്കൂട്ടാ, ഭയങ്കര തിരക്കാണ്. പെർമനൻ്റ് ഞാൻ 2 ദിവസം പഠിച്ചിട്ട് എനിക്കൊന്നും സംഭവിച്ചില്ല. അപ്പോൾ യൂണിവേഴ്സിൻ്റെ ടൈമിങ്ങിൽ വിശ്വാസം അർപ്പിക്കുക. അത് ഹ്യൂമൻ ടൈമിംഗ് പോലെയല്ല, അതിൻ്റെ ഒരുപാട് ലിങ്കുകൾ കോർത്തിണക്കിയിട്ടാണ് ഒരു ഇവൻ്റ് ഉണ്ടാവുക. അപ്പോൾ അതിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ ചെയ്യേണ്ട മാക്സിമം നിങ്ങൾ അലൈൻമെൻറ്റ് പെർഫെക്റ്റായി ചെയ്യുകയാണെങ്കിൽ സക്സസ് അല്ലാണ്ട് വേറൊരു സംഭവം ഉണ്ടാവില്ല. നിങ്ങളത് ചെയ്താൽ മാത്രം മതി. അപ്പം വിഷസ് എന്ന് പറഞ്ഞ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി ഇറക്കുന്നൊരു ബെങ്കറാവാൻ നിൽക്കാണ്ട് യൂണിവേഴ്സിൻ്റെ കൂടെ ഒരു ക്രിയേറ്ററായിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്യാൻ പറ്റുന്ന ഈ വൈബ്രേഷൻ അലൈൻമെൻ്റ് എല്ലാം കൂടി ചെയ്ത് പോരാടാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ അടിപൊളിയായി തന്നെ വർക്ക് ചെയ്യും. അപ്പോൾ ദിവസവും രാവിലെ എണീച്ച് കഴിഞ്ഞാൽ
കുറച്ച് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ അങ്ങനെ അതൊക്കെ പ്രാക്ടീസ് ചെയ്യണം. ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച് എഴുതി വെക്കുന്ന അങ്ങനെ എന്തെങ്കിലും പരിപാടി ചെയ്യുക. അതിനുള്ള വിഷ്വലൈസേഷൻ, നിങ്ങളുടെ ഗോൾ സെറ്റിംഗ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം. അങ്ങനെ ചെയ്ത് കഴിയുന്ന സമയത്ത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അലൈൻമെൻറ്റിലേക്ക് എത്തും. ഇപ്പോൾ അലൈൻമെൻറ്റിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അത് യൂണിവേഴ്സ് മനസ്സിലാകുന്ന ഒരു സൈലൻറ്റ് ലാംഗ്വേജിലേക്ക് നിങ്ങൾ എത്തിയെന്നാണ്. അപ്പം അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഓർമ്മിക്കുക, തോട്ട്സ്, ഇമോഷൻസ് ആൻഡ് ആക്ഷൻസ് റിയലി മാറ്റേഴ്സ്. അത് വിട്ട് ഒരു കളിയില്ല. ഓക്കെ, അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക, അതിൻ്റെ ഫീഡ്ബാക്കും മറ്റു കാര്യങ്ങൾ അറിയിക്കുക. അപ്പോൾ എൻജോയ് ഗായ്സ്, വീണ്ടും കാണാം.